നമസ്കാരം. ഞാൻ മനാഫ്. ഇന്ന് സംസാരിക്കാൻ പോണ വിഷയം തെരുവ് നായ്ക്കളെ പറ്റിയിട്ടുള്ള. തെരുവ് നായ ശല്യം നാട്ടിൽ ഒരുപാട് കൂടുണ്ട്. നമ്മളെ പരിസര പ്രദേശങ്ങളിൽ ഇതിൻ്റെ വ്യാപനം ഭയങ്കരമായിട്ടുണ്ട്. ഇതിനെതിരെ സർക്കാരുകൾ വല്ലതും ചെയ്യുന്നുണ്ടോയെന്ന് സംശയമാണ്. ഈ അടുത്ത ദിവസം ഒരു പിഞ്ചുകുട്ടി മരണപ്പെടാനിടയായി. ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടമാണ്. ഈ നഷ്ടങ്ങൾ അധികാരികൾ കാണുന്നില്ലേ? ഇനിയും എത്ര മരണങ്ങൾ കാണേണ്ടി വരും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവാൻ? 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഇതിനെതിരെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് നിന്നതാണ്. പക്ഷെ നിരന്തരം തെരുവുനായ ശല്യം ഇളകിയ ഇപ്പം ഇന്ന് ഒരു മാധ്യമത്തിൽ കാണാനിടയായി. ഇളകിയ ഒരു നായി കടിച്ചത് കാരണം ഒരു ആൾ ഹോസ്പിറ്റലിൽ. ഇതിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടതുണ്ട്. പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ട്. കാരണം അല്ലാതെ ഈ നാട്ടിൽ ഒരു കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല. വളരെ സങ്കടമുണ്ട്. നമുക്കെല്ലാവർക്കും മക്കളുണ്ട്. നമ്മളെ മക്കളെ എന്ത് ധൈര്യത്തിലാണ് മുറ്റത്ത് കളിക്കാൻ വിടുക? എന്ത് ധൈര്യത്തിലാണ് നടന്നുകൊണ്ട് ഈ മക്കൾ സ്കൂളിലേക്ക് പോവുക, മദ്രസയിലേക്ക് പോവുക? പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ പേടിയാണ്. ഇതൊക്കെ ഏത് തരത്തിലുള്ള നിയമക്കുരുക്കുകൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നിട്ട് ഈ നായശല്യം ഈ നാട്ടിൽ നിന്ന് തീർക്കണം. എന്തൊക്കെ ആവലാതി കൂടിയിട്ടാണ് ഓരോ മാതാപിതാക്കളും കഴിയേണ്ടത്? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ വലുതാക്കി. ആ മക്കൾ മാതാപിതാക്കളുടെ കൺമുമ്പിൽ വെച്ച് പിച്ചി കീറി. ആലോചിക്കുമ്പോൾ തന്നെ സങ്കടമുണ്ട്. ഇതിനൊക്കെ ഒരു സഡൻ ആക്ഷൻ ഉണ്ടാവണം അധികാരികളുടെ ഭാഗത്തുനിന്ന്. അതിൻ്റെ എന്ത് നൂലാമാല് കേസോ കാര്യമോ ഉണ്ടായാലും അത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയ ജനങ്ങളാണ് വലുത്. അത് കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളൂ? ഇനി എത്ര ഇത്തരത്തിലുള്ള ദാരുണമായ മരണങ്ങൾ കാണേണ്ടി വരും? അധികാരികൾ ഈ ഒരു വിഷയത്തിൽ ഗൗരവമായി എത്രയും പെട്ടെന്ന് നടപടികൾ എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹം ഇത്തരത്തിൽ മാലിന്യങ്ങൾ അലക്ഷ്യമായിട്ട് എറിയുന്നത് ഒഴിവാക്കണം. ഈ ഒരു കൂട്ടായ ശ്രമം ഉണ്ടായാൽ ഈ ഒരു വിപത്തിൽ നിന്ന് നമ്മളെ ഈ പൊതുസമൂഹത്തിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ജനങ്ങൾ ഇറങ്ങുക. ഈ ഇവിടെയുള്ള നായ്ക്കളുടെ ശല്യം എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും? ഇത് നിരന്തരമായിട്ട് ഈ വിഷയത്തെ പറ്റിയിട്ട് സമൂഹത്തിൽ ഇറങ്ങി ഇതിനൊരു ഒച്ചപ്പാടുണ്ടാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഞാനെപ്പോഴും പറഞ്ഞ മാതിരി കരയണ കുട്ടിക്കേ പാലുള്ളൂ. നമ്മൾ ചില വിഷയങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് പിടിച്ചു വാങ്ങേണ്ടതുണ്ട്. അത്തരത്തിലാണ് ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം കിടക്കുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ പ്രാവശ്യവും ചില വിഷയങ്ങൾ സംസാരിക്കുക. ആ വിഷയം നടന്നതിന് ശേഷം കുറച്ച് ദിവസം ഒരു ഒച്ചപ്പാടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഒരു സാധാരണ വിഷയങ്ങളായി പോവും. നമ്മളെ രാജ്യത്ത് പല പ്രയാസങ്ങളും ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും അതിൻ്റെ ഇടയിൽ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം കൂടി പൊതുസമൂഹം മനസ്സിലാക്കണം. അതിനെതിരെ ഒറ്റക്കെട്ടായി പ്രതികരിക്കണം. പ്രതികരണം കുറഞ്ഞു പോകുന്നുണ്ട് നമ്മളെ സമൂഹത്തിൽ. അത് വരാൻ പാടില്ല. ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങളാണ് രാജാവ്.
ജനങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ് ഈ തെരുവുനായ ശല്യം. ഇതിനെ ജനങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളായിട്ട് വീണ്ടും വരും. നന്ദി, നമസ്കാരം.